ഹലോ, എല്ലാവർക്കും മരിയാസ് വർക്ക്ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മുടെ ചാനലിൽ എന്നത്തെയും പോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേര് ഡയമണ്ട് പെയിൻറ്റിങ് എന്നാണ്. ഡയമണ്ട് പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഡയമണ്ട് ഉപയോഗിച്ചിട്ടുള്ള പെയിൻറ്റിങ് ഒന്നുമല്ല. നമുക്കത് വഴിയെ കാണാം എങ്ങനെയാണ് അതിൻ്റെ പെയിൻറ്റിങ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയമണ്ട് പെയിൻറ്റിങ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഒരുവിധപ്പെട്ട എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആയിരിക്കും ഡയമണ്ട് പെയിൻറ്റിങ് കിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനൊരു കിറ്റിൽ ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇങ്ങനൊരു ഷീറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ടൊക്കെ ഈ ഫ്ലെക്സൊക്കെ ഇപ്പോഴും പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഷീറ്റില്ലേ, അങ്ങനത്തെ ഒരു ഷീറ്റിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസൈനിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കാണാം. അപ്പോൾ ഈ ഡിസൈനിൽ നമ്മൾ സ്റ്റോൺസ്, ഇത് ബേസിക്കലി പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റോൺസ് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഡയമണ്ട് പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ. ഈ കാണുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റോണുകളെല്ലാം പ്രത്യേക കവറുകളിലായിട്ടായിരിക്കും. പിന്നെ അതുപോലെ ഇതെന്ന് പറയുന്നത് ആണ് ഡയമണ്ട് പെയിൻറ്റിങ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമഗ്രി എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഗ്രീൻ കളറിൽ കാണുന്നതാണ് അതിൻ്റെ ട്രേ. ആ ട്രേയുടെ അകത്താണ് നമ്മുടെ സ്റ്റോൺസ് ഇടുന്നത്. ഇതാണ് അതിൻ്റെ ഗമ്മ്, പശ എന്ന് പറയും. ഈ സാധനം നമുക്ക് ആ ഒരു റോസ് കളറിൽ ഒരു ടൂള് കാണുന്നുണ്ട്. ആ ടൂളിൽ നമ്മൾ ഈ ഗമ്മ് ഒട്ടിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് ഓരോ സ്റ്റോൺസും ഇങ്ങനെ പറക്കി ഒട്ടിക്കുകയാണ് ബേസിക്കലി ചെയ്യുന്ന പരിപാടി. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല, എന്നാൽ അത്യാവശ്യം ക്ഷമ വേണം. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണിത്. തുടങ്ങിയപ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കുന്ന കരുതിയത്, പക്ഷെ ഇത്തിരി ക്ഷമ വേണം ഒന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, ഡിഫിക്കൽട്ടി ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു ട്രേ ഉണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് ട്രേ ആണ്. അപ്പോൾ ഈ ട്രേയുടെ അകത്ത് നമ്മൾ ആ സ്റ്റോൺസ് ഇങ്ങനെ ഇടും. എന്നിട്ട് ആ റോസ് സംഭവം കൊണ്ട് ഇങ്ങനെ കുത്തി ഒട്ടിക്കും. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോൺസ്, പല നിറത്തിലുള്ള സ്റ്റോൺസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ടായിരിക്കും കിട്ടുക. ഈ പാക്കറ്റിൽ ഓരോന്നിൻ്റെയും പുറത്ത് ഓരോ നമ്പറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഡിസൈനിലും ഇതുപോലെ നമ്പേഴ്സ് ആയിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ നമ്പറിനും ചേരുന്ന ഏതാണോ ആ സ്റ്റോൺ എന്നുള്ളത് നോക്കിയിട്ട് ആ സ്റ്റോൺ എടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ടാസ്ക്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വൈറ്റ് സ്റ്റോൺ ആണ്, അതിൻ്റെ നമ്പർ 15 എന്ന് പറഞ്ഞ നമ്പറാണ്. അപ്പോൾ 15 എന്ന് പറയുന്ന നമ്പർ ആ ഡിസൈനിൽ എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ആ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്പർ ചാർട്ടും കാര്യങ്ങളും എല്ലാം ഈ ഡിസൈനിൻ്റെ തന്നെ സൈഡിൽ അവർ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇതാ കാണുന്നത് കണ്ടോ, ആ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് കണ്ടോ, 15 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനും ഇപ്പോൾ 1 എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞിട്ടുള്ളായിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ കാണുന്നത് കണ്ടോ, H എന്ന് പറഞ്ഞാൽ, അപ്പോൾ Hന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരിക്കും. ആ പാക്കറ്റിൽ ഒരു പർട്ടിക്കുലർ കളർ സ്റ്റോൺസ് ഉണ്ടായിരിക്കും. ആ സ്റ്റോൺസ് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ ടാസ്ക്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, എസ്പെഷ്യലി കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ആർട്ട് ഫോമാണ്. കാരണം ലാസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് ഇതൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഞാനത് പൊട്ടിച്ചിട്ട് ആ ഒരു ട്രേയിലിടുകയാണ്. ഈ ട്രേയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഇത്തിരി കൂടിപ്പോയി, അത്ര ഇടേണ്ട ആവശ്യമില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു വഴിക്ക് പോവല്ലേ, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോൺസ്, ഇതിൻ്റെ നല്ല പുറവും പൊട്ടപ്പുറവും ഉണ്ടല്ലോ, ഈ നല്ല പുറം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതിങ്ങനെ അലൈൻ ചെയ്തിട്ട് ഇങ്ങനെ വന്ന് കിടക്കും. അന്നേരം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിയെടുത്ത് പൊട്ടിക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അതാണ് ആ ട്രേയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് ഇത്. വേണ്ടോ, ഞാൻ ഈ ടൂൾ ഉപയോഗിച്ചിട്ട്
കണ്ടോ ആ പശ ഞാൻ ആ ടൂള് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തു. ഇനി എനിക്ക് ആ ടൂള് യൂസ് ചെയ്തിട്ട് ഈ സ്റ്റോണുമ്മ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റോൺ അതുമ്മ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കിനി അതെടുത്തിട്ട് അതേതാണോ നമ്പർ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ കോളത്തിൽ പോയിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടായിരിക്കും. ആദ്യം തന്നെ ഈ ഷീറ്റ് മൊത്തത്തിലെടുത്ത് മാറ്റുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ചെറിയ ചെറിയ പോർഷൻസായിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുന്നതായിരിക്കും. അപ്പോൾ അതുമ്മേ അതായത് ഈ ഷീറ്റുമ്മേ ഈ ഡിസൈനുമ്മേ ഒരു പശയുണ്ട്. അപ്പോൾ ആ പശ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോവത്തില്ല. ഇപ്പം ഞാൻ ആ നമ്പർ നോക്കിയിട്ട് അതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇത് മൊത്തത്തിൽ അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോവാതെ ഒരു സ്റ്റോൺ അതുമ്മ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ നന്നായിട്ട് ഒട്ടിയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റൊക്കെ എടുത്ത് മാറ്റുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ മാറുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് അത് ഒട്ടി അതങ്ങനെ ഇരുന്നോളും. ഇതിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പം ഇതിലത്തെ ആകെക്കൂടിയൊരു ടാസ്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആ കോളംസ് ഏതാണോ, ഇപ്പോൾ ഇ എന്ന് പറയുന്ന കോളമാണ് നോക്കുന്നെങ്കിൽ ഇയിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. എഫ് ആണെന്നുണ്ടെങ്കിൽ അല്ല, എഫിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. നമുക്കിതിങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തോന്നിയ പോലെ കോളംസ് മാറ്റി അങ്ങനെ ഒട്ടിച്ചു കൊടുക്കരുത്. നമുക്കങ്ങനെ ചെയ്യണം എന്ന് തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം അവർ പറഞ്ഞ മാതിരി തന്നെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താലാണ് ലാസ്റ്റത്തെ ഫൈനൽ റിസൾട്ട് നന്നായി വരിക. കാരണം അവരതൊരു കളർ കോമ്പിനേഷനിലാണ് അവർ കറക്റ്റ് അങ്ങനെ മാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മുകളിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ സ്റ്റോൺസും സെയിം ലെവലിലല്ലേ എന്നും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തണേ. ഇനിയിപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ട് ഈ പിക്ചർ അതിൽ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് വെച്ചു. സ്റ്റാപ്ലറൊക്കെ യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു. അതിൽ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും, ഏറ്റവും നന്നാവുക അതായിരിക്കും. എനിക്കിപ്പോൾ അതിൻ്റെ ദൗർലഭ്യം കൊണ്ട് ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു ഒട്ടിപ്പോ തട്ടിപ്പോ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ ഉള്ളവർ അപ്പോൾ ഇത്ര വലിയ പെയിൻറ്റിങ് മേടിക്കാതെ പല സൈസിലുള്ള പെയിൻറ്റിങ്സ് അവൈലബിൾ ആണ്.
ചെറിയ A4 സൈസൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം കിട്ടാനും എളുപ്പമുണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഇത്രയും വലുത് വാങ്ങിച്ചതാണ്. പക്ഷേ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫ്രെയിം ചെയ്ത് വെച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഒരു 1 ടൈം ഒക്കെ ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ആർട്ട് ഫോമാണ്. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വരുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും. പിന്നെ എല്ലായിടത്തും കണ്ട് നമ്മൾ മടുത്ത ഒരു എന്താ പറയുക, ഒരു പെയിൻറ്റിങ്ങോ ഒന്നുമല്ല, ഒരു വെറൈറ്റി ഉള്ളൊരു ഡിസൈനുമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസും ഒക്കെ താഴെ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും താങ്ക് യു.